അപ്പൊ ചെണ്ട പഠിക്കണം അല്ല മോനെ. അത് ഹേശാനെ നമുക്ക് സെറ്റാക്കാം. ഇന്ന് തന്നെ ക്ലാസ് തുടങ്ങിയേക്കാം. കേട്ടപ്പോ തന്നെ ഞാൻ ചാർജ് ആയി. അപ്പൊ മോൻ ഒരു കാര്യം ചെയ്യും, മോൻ ദാ പോയിട്ട് ഇതായിരിക്കുന്ന 2 കമ്പ് ഉണ്ട്, അതും എടുത്തുണ്ടാ. ഇത് കേട്ടപ്പോ ഞാൻ ഫുൾ ചാർജ് ആയി. എടാ മോനെ, പട്ടിഷയും സ്ലോ മോഷൻ ഒക്കെ കഴിഞ്ഞെങ്കിൽ എപ്പോഴും നിങ്ങൾ വരും. പോയി ചേട്ടാ പണിയുണ്ട്. ഇതാ പറഞ്ഞു മറ്റേ കമ്പ് എടുക്കാൻ പറഞ്ഞു, അതും കൂടെ എടുത്തോണ്ടേ. അപ്പൊ നമുക്ക് ചെണ്ട പഠിക്കാൻ ആദ്യം വേണ്ടത് എന്താണ്? ആദ്യം നമുക്ക് വേണ്ടത് കൈയാണ്. കൈ കൊണ്ടാണ് നമ്മൾ ചെണ്ട കൊട്ടുന്നത്. ആഹാ, നമ്മളൊക്കെ പിന്നെ ഇവിടെ കാലിന്റെ വിരലുകൊണ്ടാണല്ലോ ചെണ്ട കൊട്ടണം. കാലിന്റെ വിരലുകൊണ്ട് ചെണ്ട കൊട്ടു. അങ്ങനെയാണെങ്കിൽ ആശിന് എനിക്ക് ആദ്യം കാലുകൊണ്ട് കൊട്ടണം പഠിപ്പിച്ചിരുന്നായി. നമുക്ക് അത് കഴിഞ്ഞ് കൈ കൊണ്ട് കൊട്ടണം പഠിക്കാം. ഇങ്ങനെയാണെങ്കിൽ നീ എന്റെ ഒന്ന് കുറെ കൊട്ടുകൊള്ളു, മണ്ട പുളക്കെ കൊള്ളു. കൈ കൊണ്ട് കൊട്ടണ പഠിപ്പിച്ചെന്നാ മതി. ചെണ്ട പഠിക്കാൻ നമുക്ക് ആദ്യം താളബോധം വേണം. ഓക്കെ, മോന് തക്കിട്ട അറിയാവോ? ഓ, തകിട മറ്റേ ചെണ്ടയിലൊക്കെ ഉള്ള അത് തന്നെ അറിയാവോ? ഇതുവരെയ്ക്ക് ഞാൻ അത് കേട്ടിട്ട് പോലും ഇല്ല. എന്താ ഇത് തക്കിട്ട? ഇരി, ആ കമ്പങ്ങെടുത്താണ്. ചെണ്ട പഠിക്കാൻ നമുക്ക് ആദ്യം താളം അറിയാം. ഞാൻ താളം കാണിച്ചു തരാം. തക്കിട്ട തക്കിട്ട. അച്ഛന് താളം കൊട്ടാൻ ചെണ്ട വേണ്ടേ? ഇവിടെ ചെണ്ട എവിടെ? ചെണ്ട ഇവിടെ ആകപ്പാട് ഒരു ചെണ്ടയാണ് ഉള്ളത്. ആ ചെണ്ട നേരത്തെ ഒരു പയ്യൻ വന്ന് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് വാടക എടുത്തോണ്ട് പോയി. ഇല്ലാതെ ഇവിടെ ചെണ്ട ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കരുത് കേട്ടാ. ഇല്ലല്ല, ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കില്ല. എനിക്ക് മനസ്സിലായി ഇവിടെ ചെണ്ട ഇല്ലാത്തതുകൊണ്ടാണ് ആശ എങ്ങനെയൊക്കെ പറഞ്ഞത്. അതെ അതെ. അച്ഛൻ അത്ര എക്സ്പ്രഷൻ ഒന്നും ഇടാനുള്ളതില്ല. അപ്പൊ നീ താളം മടി, ഞാൻ പോയി ചായ അടിച്ചിട്ട് തരാം. ഓക്കെ അച്ഛനെ, എന്റെ ചായ കൂടി നീ ആദ്യം താളം മടി, അത് കഴിഞ്ഞിട്ട് പോയി നിന്റെ ചായ ഓടി കേട്ടാ. അത് പറ്റൂല, ഞാൻ ചായ ഓടിക്കും. എങ്കിൽ ഞാൻ നിന്നെ കവാലം മുളക് അടിക്കും. ചായ ക്യാൻസൽ. വെരി ഗുഡ്.